ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിഗിനറിന് വേണ്ടുന്ന അല്ലെങ്കിൽ ഒരു തുടക്കക്കാർക്ക് വേണ്ടുന്ന ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് മേക്കപ്പിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല, ചെയ്യാൻ താല്പര്യമുണ്ട്, സിമ്പിളായിട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രാൻഡിൽപ്പെട്ട പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് പരിശീലിച്ച് തുടങ്ങുക. നിങ്ങൾ കുറേ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, ഡയറക്റ്റ് നമ്മൾ കാര്യത്തിലോട്ട് പോവാം. ഭയങ്കര ഒരു ഹെവി ആ ഒരു ഇതിലോട്ട് പോകുന്നില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. നിങ്ങൾക്ക് ഒരുപാട് പെട്ടെന്ന് ഞാൻ കുറേ പ്രൊഡക്റ്റുകളൊക്കെ കാണിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആകും. വളരെ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. വളരെ കുറച്ച് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല നീറ്റായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സെൻസിറ്റീവ് ആണോ, ഡ്രൈ ആണോ, കോമ്പിനേഷൻ ആണോ, ഓയിലി സ്കിൻ ആണോ, ഇതിലേതാണ് നിങ്ങളുടെ സ്കിന്ന് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റുകളും അതേപോലെ മേക്കപ്പ് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടത്. അതായത് എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു ഡ്രൈ പ്ലസ് സെൻസിറ്റീവ് കാറ്റഗറി പെടുന്ന ഒരു സ്കിന്നാണ്. ഇപ്പം നമുക്ക് നേരെ നമ്മുടെ മേക്കപ്പിലോട്ട് കിടക്കാം. മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിന്ന് നന്നായിട്ട് പ്രെപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സ്കിന്ന് നന്നായിട്ട് പ്രെപ്പ് ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് അവസാനം കാണാൻ പറ്റുകയും ചെയ്യും. പിന്നെ പ്രെപ്പ് ചെയ്യാൻ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിരിക്കണം. നിങ്ങളുടെ ഫേസ്, നിങ്ങളിപ്പോൾ സോപ്പ് ഉപയോഗിക്കാൻ ഞാൻ പറയില്ല. പിന്നെ നിങ്ങൾ ഒരു ഫേസ് വാഷ്, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫേസ് വാഷ് ഏതാണെന്ന് വെച്ചാൽ ഒരു ഫേസ് വാഷ് നല്ലതൊന്ന് ഒരെണ്ണം നിങ്ങൾ വാങ്ങിച്ച് വെക്കുക. നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് ക്ലീൻ ആക്കി വെക്കുക. മുഖത്തൊരു ഡേർട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ മുഖം പോലെ തന്നെ നിങ്ങളുടെ കൈയും നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയെന്ന് ഉറപ്പ് വരുത്തുക. ആദ്യം ലിപ് ബാം ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി കുറച്ച് ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ലിപ് ബാം എന്ന് പറയുന്നത് ഡാസിലറിൻ്റെ ആണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു LP04 എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പം ഞാൻ ഭയങ്കര ക്രീമിയാണ്. ക്രീമി എന്ന് വെച്ചാൽ അത്രയും ക്രീമിയാണ്. ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതും അഫോർഡബിൾ തന്നെ കേട്ടോ. ഞാൻ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും അത്യാവശ്യം അഫോർഡബിളാണ്. ഈ മോയ്സ്ചറൈസറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മാമ-എർത്തിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. ഇതിൻ്റെ പല ടൈപ്പും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇതൊരു തീരാറായി കണ്ടോ, ഒരു യെല്ലോ ഷെയ്ഡാണ്. അതേപോലെ ഒരു ടെർമറിക്കിനൊക്കെ ഒരു കുറച്ചൊരു മണമൊക്കെ ഉണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് മോയ്സ്ചർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. അതുമല്ല, കുറച്ച് നാളായിട്ട് ഡ്രൈനെസ് കുറച്ച് കൂടിയിട്ടുമുണ്ട്. ഞാൻ 1-2 തവണ ഒരു പൂളിൽ പോയി ചാടിയതാണ്. അപ്പോൾ അതിനകത്ത് ബ്ലീച്ച് ഇടുമല്ലോ, അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ് എൻ്റെ സ്കിന്നിന്. അങ്ങനെ ഒരബദ്ധം പറ്റി എനിക്ക്. ഈ അബദ്ധം ഇനി ഞാൻ മേലാൽ ആവർത്തിക്കില്ല. ഇവിടെ ഇത് കണ്ടൊരു വൈറ്റ്, ഇത് അതിന് ശേഷം ഉണ്ടായതാണ്. സ്കിന്നൊക്കെ പൊളിഞ്ഞിളകി എന്നത്. ആ കഥ അവിടെ നിൽക്കട്ടെ. അടുത്തത് നമുക്ക് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടൊന്ന് വിടുക, ജസ്റ്റ് ഒന്ന് വിടുക. ഞാനിപ്പോൾ ഒരു വഴിക്ക് പോകാൻ നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും റെഡി ആവുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അടുത്തത് നമുക്ക് സൺസ്ക്രീൻ. ഇത് ഡോക്ടർ ഷെത്തിൻ്റെ ആണ്. പിന്നെ ഒരു കാര്യം, സൺസ്ക്രീൻ ഭയങ്കര അഫോർഡബിളായിട്ട് ഏതാണെന്നൊക്കെ കുറേ പേഴ്സണൽ മെസ്സേജസൊക്കെ എനിക്ക് വരാറുണ്ട്. സൺസ്ക്രീൻ അത്ര ഒരു അഫോർഡബിളായിട്ടുള്ള ഒരു റേറ്റിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നും ഇല്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. അത്യാവശ്യം കുറവുള്ളതൊരു ലാക്മേ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. ഇതിൻ്റെ 2ാമത്തെ ഇതാണിത്. ഇപ്പം ഞാൻ കുറച്ച് നിങ്ങൾക്കറിയില്ലേ 3 ഫിംഗർ റൂളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പിന്നെ മഴയും കുറച്ച് ഇതൊക്കെയാണ്, വെയിലൊന്നുമില്ല. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ. നല്ലവണ്ണം സ്കിന്ന് നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുമ്പം പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും സ്കിന്നൊന്ന് മൊത്തത്തിൽ ബെറ്റർ ആക്കാനും ഈ ഒരു സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത് ഇനി നമ്മൾ ഐബ്രോ
ഐബ്രോ ചെയ്യാം. അപ്പം അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്നതെന്ന് പറയുന്നത് ഇതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. മാഴ്സിൻ്റെ ഒരു പാലറ്റാണ് കേട്ടോ. ഇതും അഫോർഡബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഭയങ്കര ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലോട്ട് നേരെ പോവാണ്ട് ഇതിലും കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ഇതുണ്ട് സംഭവത്തിൽ. പക്ഷെ ഇതിലതില്ല. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാനിടും. എന്നുവെച്ചാൽ ഭയങ്കര ഡാർക്കിലോട്ട് പോവില്ല. അതിന് മുകളിലുള്ളൊരു ഷെയ്ഡുണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടുന്ന് തുടങ്ങാണ്ട് ഇവിടെ ഒന്ന് നീറ്റാക്കുക. ഫസ്റ്റ് ഇവിടെ ഒന്ന് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ പിന്നെ അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടാവുമല്ലോ ഇതിന്. ആ ഒരു ബാലൻസ് വെച്ചിട്ട് മാത്രം ഇവിടെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ഞാൻ മിറർ ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. ഒരു ഫോണിൽ നോക്കിയിട്ട് ഇവരൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇങ്ങോട്ടേക്ക് വല്ലാണ്ട് കൊണ്ടുവരാതെ ഈ ഒരു വാല് മാത്രം ഒന്ന് ഫില്ല് ചെയ്യാൻ, നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ ഭയങ്കര ഒരു നാച്ചുറൽ ഫിനിഷിങ് ഉണ്ടാകും. പിന്നെ ഇതെല്ലാം മിക്കവാറും എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ടാകും. ഇത് വെച്ചിട്ട് ഒന്ന് നിങ്ങൾ ഇതൊന്ന് ചെയ്യുക. അത് കഴിഞ്ഞു ഐബ്രോ നന്നായിട്ട് ചെയ്താൽ തന്നെ നല്ല ചേഞ്ച് ഫേസിലുണ്ടാകും. ഇനി നിങ്ങൾക്ക് ഫേസിൽ വേണമെങ്കിൽ ചിലർ BB ക്രീം യൂസ് ചെയ്യും, ചിലർ CC ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, ചിലർ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ BB ക്രീമും, നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ CC ക്രീമും യൂസ് ചെയ്യാം. ഞാൻ ചെറിയൊരു ഫൗണ്ടേഷൻ, ഇതൊരു അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. ഇത് മെയ്ബലിൻ ഫിറ്റ്മിയുടെ ഒരു ഫൗണ്ടേഷനാണ്. ഇതിൽ നിന്നൊരു അല്പം എടുക്കുകയാണ്. നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കളർ കറക്റ്ററോ മറ്റോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അത് നമുക്ക് സെപ്പറേറ്റ് ഇതിന് ശേഷം നമുക്ക് എന്തായാലും അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാം. കുറച്ചുകൂടി ഹെവി ആയിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പ് വീഡിയോ നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് തരാം. ഇതിന് ശേഷം നിങ്ങൾക്ക് താങ്ങുന്ന അത്ര മാത്രമേ ഞാനിപ്പോൾ തരുന്നുള്ളൂ. എൻ്റെ ലൈറ്റിൻ്റെ ബാറ്ററി തീരാറായി. ഈ മേക്കപ്പ് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോഴത്തേക്ക് ചാർജ് തീരാണ്ടിരുന്നാൽ വായിക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ബ്രഷ് വെച്ച് നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാതിരിക്കുക. ഒരു ബ്ലെൻഡർ വാങ്ങിക്കാൻ കിട്ടും, ചെറിയൊരു കുട്ടി ബ്ലെൻഡർ വാങ്ങിച്ച് വെച്ചാൽ മതി. അത് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. അതിനുശേഷം എക്സ്പീരിയൻസ് ആയതിന് ശേഷം മാത്രം ബ്രഷിലോട്ടൊക്കെ കടന്നാൽ മതി നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നല്ലത് എപ്പോഴും ബ്രഷിനേക്കാളും ബ്ലെൻഡർ തന്നെയാണ്. ഇപ്പം കോമ്പാക്റ്റ് ആണെങ്കിൽ കോമ്പാക്റ്റ് എടുക്കാം, ലൂസ് പൗഡർ ആണെങ്കിൽ അങ്ങനെ, അല്ലാണ്ട് നോർമൽ പൗഡർ ആണെങ്കിൽ അതും ചെയ്യാം. ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു ഹിമാലയയുടെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുട്ടികളുടെ പൗഡറാണ്, പക്ഷേ നമുക്കിത് നല്ലതാണ്. അത് ഞാൻ കുറച്ചുകൂടെ എടുക്കും. ശേഷം നന്നായിട്ടെന്ന് പറയുമ്പം നിങ്ങൾക്കൊരു മാറ്റ് ഫിനിഷാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഒരു ആ ഒരു ഫിനിഷിംഗ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൗഡർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. പൗഡറോ കോമ്പാക്റ്റോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യാം ആ ഒരു ഭാഗം കേട്ടോ. എനിക്കൊരു മാറ്റ് ഫിനിഷാണ് തുടക്കം ഇഷ്ടം. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഇതൊന്ന് സെറ്റ് ആവുമല്ലോ, ആ ഒരു സമയത്ത് ചെറിയൊരു ഗ്ലോ വരും. അതെനിക്കിഷ്ടമാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എൻ്റെ ഫോണിൻ്റെ അല്ല, എൻ്റെ ലൈറ്റ് ചാർജ് തീർന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നാച്ചുറൽ വെട്ടത്തിലോട്ട് വന്നു. ജനലിൻ്റെ അരികെ ഫോൺ വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഞാൻ സാധാരണ ഈ ഒരു 2 ഷെയ്ഡ് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് മിക്കപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുള്ളത്.
അപ്പോൾ ഇത് മേബിലിൻ്റെ ഒരു ഇതാണിത്. ഇത് കുറച്ച് റേറ്റ് ഉണ്ട്. ഇത് റേറ്റ് കുറവാണ് കേട്ടോ. ഇത് ഏതായിരുന്നു? ബ്ലൂ ഹെവൻ അല്ല, ഞാൻ താഴെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ഇത് മാഞ്ഞു പോയിട്ട് എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്ക്, ഇന്നതാവണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്ക് എടുക്കാം. ഞാനിത് ആദ്യം ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഷെയ്ഡ് അപ്പ് ചെയ്യും. ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക്. അതുകൊണ്ടിട്ടാണ് നമ്മളിനി ബിരിയാണി കഴിച്ചാലും ഉറങ്ങിയാലും പിറ്റേ ദിവസം എണീച്ച് കുളിച്ചാലും ഒക്കെ ഇത് അവിടെ തന്നെ ഉണ്ടാവും. ഇതിന് കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഇത് ഞാൻ എൻ്റെ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. സംഭവത്തിൽ ഇത് എൻ്റെ സ്കിന്നിന് മാച്ചല്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ഇതങ്ങ് സ്വീകരിച്ചു. ഇനിയിപ്പോൾ ഈ ഒരു ഷെയ്ഡ് കൂടി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് എൻ്റെ സ്കിന്നിന് മാച്ചായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് എൻ്റെ സ്കിന്നിന് മാച്ചായിട്ടുണ്ടാവും. ഇത് മാത്രം ഇടുമ്പോൾ ഭയങ്കര ഒരു ഡാർക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടിട്ട് അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകും. പക്ഷെ എനിക്ക് അത്രയ്ക്കൊരു ഡാർക്ക് താല്പര്യമില്ല. അതുകൊണ്ടിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാവും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് കണ്ണ് എഴുതുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഞാൻ നോർമലി അങ്ങനെ എഴുതാറില്ല, ഐഷാഡൊക്കെ ഇട്ട് കണ്ണെഴുതാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതൊരു അത്യാവശ്യം ഒരു അഫോർഡബിൾ ആയിട്ടുള്ള മിക്ക ഷെയ്ഡ്സും ഉള്ള ഒരു പാലറ്റാണ്. ഇതെൻ്റെ മോൻ കാണിച്ചു വെച്ചതാണ് കേട്ടോ. അത് നോക്കണ്ട, പക്ഷെ സാധനം കിടുവാണ്. ഇനി ഈ ഒരു കാലാവസ്ഥയുടെ അതുകൊണ്ടാണ് ഒരു വൈറ്റായിട്ട് തോന്നുന്നത് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു ബേസ് ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ഷെയ്ഡിൻ്റെ ബേസ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ബാക്കിയൊക്കെ ചെയ്തോളൂ. ഞാൻ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ഒരു സിമ്പിൾ ഇതിൽ നിന്ന് പിടിച്ചിട്ട് വേണം നിങ്ങൾ ഹെവിയിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഐ ഷാഡോസ് അപ്ലൈ ചെയ്യുമ്പോഴും ഭയങ്കര ഒരു ഇതിലോട്ട് പോവാണ്ട് ഒരൊറ്റ ഷെയ്ഡ്, ഞാനിപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്ക് എടുക്കാം, ചെറിയൊരു റെഡ് എടുക്കാം, എനിക്കിഷ്ടമുള്ള ഒറ്റ ഷെയ്ഡ് മാത്രം. അതും മൊത്തത്തിൽ അങ്ങ് അപ്ലൈ ചെയ്യരുത്. ഇവിടുന്ന് തുടങ്ങിയിട്ട് വളരെ ചെറിയ രൂപത്തിൽ ഇനി ആ ഒരു ഷെയ്ഡ് തന്നെ കണ്ണിൻ്റെ താഴെ കുറച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ ഫിനിഷിങ് ഉണ്ടാകും. ഓക്കെ, ഇത് ബ്ലൂ ഹെവൻ്റെ ഒരു തീർന്നിരിക്കുകയാണ്. ഞാനിത് തുടച്ചെടുക്കും. അപ്പോൾ പാക്കിൻ്റെ ഒരു ഇതാണ്, മാക്കിൻ്റെ ഒക്കെയാണ് എൻ്റെ അടുത്തുള്ളത്. ഇത് കുറച്ച് റേറ്റ് ഉള്ളതാണല്ലോ, അത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് അഫോർഡബിളാണ് കേട്ടോ. ജസ്റ്റ് ഒരു വാലിട്ട് തുടങ്ങുക. ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വാലിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക. കണ്ണൊന്നും അങ്ങനെ വരയ്ക്കാറില്ല കേട്ടോ. ബ്രൈഡ്സിന് നമ്മൾ ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്നല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് എനിക്കൊരു അലർജി ഉണ്ടായി കണ്ണിന്. ഇത് ഉപയോഗിച്ചിട്ടല്ല, അല്ലാണ്ട് പൊടിയായിട്ട്. പിന്നെ അതിന് വെച്ച് ഞാൻ കണ്ണിലൊന്നും അങ്ങനെ ഇടാറില്ല. വീഡിയോസിന് വേണ്ടി ചെയ്യുന്നല്ലാണ്ട്. +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് കണ്ണ് എഴുതിയിട്ട് ഞാൻ സ്കൂളിൽ പോകുള്ളൂ. അങ്ങനെ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് ഇതാക്കി കൊടുക്കാം. നമ്മുടെ ലാഷസിലൊക്കെ വീതിയിലൊക്കെ ഒന്ന് ഒരു ജീവൻ വെക്കാൻ, കണ്ണിനൊരു ജീവൻ വെക്കാൻ നല്ലതാണ്. താഴെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താഴെ ഇടാം. ഞാൻ പെടുന്നില്ല. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ താഴെ ഇടാൻ ചിലർക്ക് ഈ ഒരു ഇത് വെച്ചിട്ടൊക്കെ താഴെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ ഐ ജെല്ല് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഹിമാലയയുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ഇത് കിട്ടും. ഇത് പാക്കിൻ്റെ ആണ്, കുറച്ച് റേറ്റ് ഉണ്ട്.
ഇത് വേണമെന്നില്ല, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മസ്കാര തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു പ്ലമ്മിൻ്റെ മസ്കാരയാണ്, അഫോർഡബിൾ ആണ്. ഇതും നല്ലതാണ്, ഇത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്ലഷ് ഒക്കെ ഇടണം, ചെറുതായിട്ടൊന്ന് ഇട്ട് നോക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇൻസൈറ്റിൻ്റെ തന്നെ ബ്ലഷും കിട്ടും, ഹൈലൈറ്ററും കിട്ടും, പിന്നെ വേറെയും കുറേ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്കും ഒക്കെ ആയിട്ട് ഇടാം കേട്ടോ. ഇതൊരു 04 വാട്ടർ മെലൺ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ വേണമെങ്കിൽ ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ജസ്റ്റ് വളരെ കുറച്ച് മാത്രം ബ്ലഷൊക്കെ ഇട്ട് തുടങ്ങുക കേട്ടോ. നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വിരൽ വെച്ചിട്ട് വളരെ കുറച്ച് എടുത്തിട്ട് ഇങ്ങോട്ട് ഇവിടെ മാത്രം ഇട്ട് അത് ശരിയായിട്ടുള്ളൊരു ഇതല്ല കേട്ടോ. ഇങ്ങോട്ട് കുറേശ്ശെ എടുത്ത് നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. വളരെ കുറച്ച് മാത്രം എടുത്തിട്ട്, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ഒരു ഇതായിരിക്കും. വളരെ കുറേശ്ശെ എടുത്തിട്ട് മാത്രം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പറ്റുമെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ. പിന്നെ ചിലരുണ്ട് പൗഡർ ബ്ലഷ് ഉപയോഗിക്കും, അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ക്രീമി ടൈപ്പിലുള്ള ബ്ലഷുകളാണ് നല്ലത്. ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ ഹൈലൈറ്റർ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ഹൈലൈറ്ററാണ്. ഇതെന്ന് പറയുമ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ എൻ്റെ ഒരു സജഷനാണ്, നിങ്ങൾ ഇവിടെ ഇട്ട് ട്രൈ ചെയ്യാതെ നിങ്ങൾ നേരെ നിങ്ങളുടെ പുരികത്തിൻ്റെ താഴെ ഈ ഹൈ പോയിൻറ്റ്സിലൊക്കെ ഒന്ന് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് തുടങ്ങുക. ഓക്കെ. ഇനി നിങ്ങളുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിനെന്തൊരു പേരുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടൊരു പേര്, ഞാൻ മറന്നുപോയി. ഇവിടെയും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഏകദേശ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനം ഒന്നും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പൗഡർ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അവസാനത്തെ സ്റ്റെപ്പാണ്. ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക അവിടെ ഫിക്സ് ആവണം, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിരിക്കണം. അതെന്ന് പറയുമ്പം ഇൻസൈറ്റിൻ്റെ തന്നെയാണ്. ഇൻസൈറ്റിൻ്റെ പ്രൊഡക്റ്റുകൾ ഒത്തിരി നല്ല പ്രൊഡക്റ്റുകളുണ്ട് കേട്ടോ. ഒരു കൈ അകലത്തിൽ വേണം നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതൊന്ന് അവിടെ കിടന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഒരു ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ, ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെ ഉണ്ടാവും. മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൂടുതൽ കുറേ കാര്യങ്ങളിലോട്ടൊന്നും പോയിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങളൊരു എന്താ പറയുക, തുടക്കം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് വരും. ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടിട്ട് മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന അത്രയും പ്രഷർ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഇനി കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ളതും കാര്യങ്ങളും കൺസീലറും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളൊരു ലൈക്ക് തന്നിട്ട് നിങ്ങളുടെ ഒരു ഇത് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചോളൂ, എല്ലാവരും ഞാൻ റിപ്ലൈ തരും. പിന്നെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി, ലിങ്കൊക്കെ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ലൈറ്റിൽ കുറച്ച് വെളുത്തൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഇത് റെഡിയാണ് കേട്ടോ. ഒരു കാലാവസ്ഥ ഒരു മൂടി എഫക്റ്റിലാണ് നിൽക്കുന്നത്. മേഘമൊക്കെ കെട്ടി പൊതിഞ്ഞ് അങ്ങനെ ഒരു ഇത് മഴ വരാനുള്ള ഒരു ഇതിലാണ്. അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.